കുറച്ച് മുമ്പ് എനിക്ക് നല്ലൊരു നെഗറ്റീവായി എഫക്ട് ചെയ്തൊരു സാധനം ഇപ്പൊ തിരിഞ്ഞ് അത് പോസിറ്റീവായി വന്നിട്ടുണ്ട്. സോ ആ ഒരു സംഭവം സിറ്റുവേഷൻ നിങ്ങളോട് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. സോ മേ ബി നിങ്ങൾക്ക് നിങ്ങളെ പലരും നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് അത് മേ ബി നാളെ അത് പോസിറ്റീവായി വന്നേക്കാം. സോ അതിന്റെ ഒരു ലൈവ് എക്സാമ്പിൾസ് ഒരു റീസെന്റ് നടന്ന ഒരു കേസാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ പേജിന്റെ മെയിൻ ഉദ്ദേശം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുമ്പ് ഞാൻ ഇജുസാൾവ് ഞാനും അതുപോലെ തന്നെ എൻ്റെ കോഫൗണ്ടർ ആയിട്ടുള്ള ജിഫ്രിയും കൂടി ഒരു കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ നല്ല സ്ട്രഗിൾ ആയിരുന്നു. പ്രത്യേകിച്ച് വലിയ സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്തു. ക്ലാസ് എടുക്കുന്നു, അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ് ആണെങ്കിലും കോണ്ടന്റ് ആണെങ്കിലും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്ന രീതിയിലായിരുന്നു മൊത്തം ക്ലാസ് അറേഞ്ച് ചെയ്യലും ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് അറിയാലോ, എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് നമ്മളെ രണ്ടാളുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവൻ എല്ലാം നമ്മൾ ഇപ്പം ഇൻ കേസ് പല പോസ്റ്റേഴ്സ് ഇടും, നമ്മളെ പല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിലുള്ള എല്ലാ നെഗറ്റീവ്സും ഫുള്ള് നോട്ട് ചെയ്ത് പറയും. ഇപ്പം മിസ്റ്റേക്സ് ആണെങ്കിൽ നമുക്ക് കേട്ട് നമുക്കത് റെക്ടിഫൈ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷേ ഈ മിസ്റ്റേക്സ് നെഗറ്റീവായിട്ടും ചിലർക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് മേ ബി കണക്ട് ആവും. ചില ആൾക്കാർ അത് പറയുന്നത് നമുക്ക് റെക്ടിഫൈ ചെയ്യാനാവില്ല. ചിലപ്പോൾ എന്തായിരിക്കും, അത് കേട്ട് ചടച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. സോ അങ്ങനെ ഒരുത്തൻ എന്താക്കി, നമ്മുടെ കോമൺ ഫ്രണ്ടാണ്, അവനെങ്ങനെ നമ്മളൊരു സ്റ്റാറ്റസ് ഇപ്പം ഒരു പോസ്റ്റർ വെച്ചാൽ അതിലുള്ള എല്ലാ മിസ്റ്റേക്സും, ഇതെന്ത് പോസ്റ്ററാ, ഇതൊക്കെ ആര് കാണാൻ, ആ രീതിയിൽ മൊത്തത്തിൽ നെഗറ്റീവ് ആയിരുന്നു. സോ ഈ നെഗറ്റീവ് തന്നെ അപ്പൊ അവന്റെ ചാറ്റ് വരുമ്പോൾ തന്നെ അവൻ മനസ്സിലാവും ഇതെന്തോ ഒരു പുതിയ നെഗറ്റീവ് വന്നിട്ടുണ്ട്. സോ പക്ഷെ നമ്മളത് നെഗ്ലക്ട് ചെയ്യും. നമ്മളത് വിചാരിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ജ്യൂസാളും ഈ ബ്രാഞ്ചസും കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ലായിരുന്നു. സോ അങ്ങനത്തെ നെഗറ്റീവ്സ് മാറ്റി നിർത്തണം. അതെങ്ങനെ പോസിറ്റീവ് ആയി ഒരു നല്ലൊരു രസകരമായിട്ട് സംഭവം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കുറച്ച് മുമ്പ് റീസെന്റ് ഞാൻ എന്താക്കി, നമ്മളെ CVs ഇങ്ങനെ വെറുതെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ CV ഇവന്റെ CV ഞാൻ കണ്ടു. ഇവൻ ഇവിടെ ടീച്ചിങ് വാക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അതായത് ഒരു സബ്ജക്റ്റിന് വേണ്ടി ടീച്ചിങ് വാക്കൻസിക്ക് വേണ്ടിയിട്ട് ഇവൻ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഫുൾ നെഗറ്റീവ് പറഞ്ഞ അവന് ഇന്ന് ജോലിക്ക് വേണ്ടി ഇവിടെ അപ്ലൈ ചെയ്തു. അത് കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ്. അതായത് അന്ന് നെഗറ്റീവ് പറഞ്ഞ അവന് തിരിച്ച് ഇവിടെ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ജോലി കൊടുക്കാൻ എനിക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ, സോ ആ ലെവലിലേക്ക് നമുക്ക് ആ ഒരു ചെറിയ ഗ്രോത്ത് ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റി. അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. സോ മേ ബി അന്നത്തെ ആ ഒരു നെഗറ്റീവ് ഫീൽ ഫുൾ നെഗറ്റീവ് അടിച്ച് നമ്മൾ ആ നെഗറ്റീവ് കേട്ട ഉടനെ തന്നെ ഫുള്ള് നെഗറ്റീവായി ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം നടക്കൂല. സോ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മളെ ചുറ്റുപാടുള്ള നമ്മളെ എൻവയോൺമെന്റ് ആയിക്കോട്ടെ, നമ്മളെ ഒരുപാട് പേരായിക്കോട്ടെ, എല്ലാവരും നമുക്ക് പോസിറ്റീവ് തരണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇൻ കേസ് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിൽ നെഗറ്റീവ് പറയാൻ ഒരുപാട് പേര് എന്തായാലും ഉണ്ടാവും. സോ ആ ഒരു സാധനം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ ഒരു നെഗറ്റീവ് അവിടെ മാറ്റി നിർത്തുക. വല്ല മിസ്റ്റേക്സ് ആണെങ്കിൽ അത് നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടായിരിക്കും. മേ ബി അത് ഞാൻ പറഞ്ഞു, മേ ബി 2 പേരുണ്ട് ബേസിക്കലി. അതായത് നമുക്ക് മിസ്റ്റേക്സ് വരുന്ന സമയത്ത് 2 പേരുണ്ട്. ഒന്ന്, നമുക്ക് റെക്ടിഫൈ ചെയ്ത് നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിസ്റ്റേക്സ് പറയുന്നവരുണ്ട്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് പറയുന്നത് എന്തായിരിക്കും, അവർ മിസ്റ്റേക്ക് മാത്രമേ കാണുള്ളൂ. അവർ മിസ്റ്റേക്ക് മാത്രം കാണൂ, അത് നമുക്ക് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് തളർന്ന് കിട്ടണം എന്നുള്ളതായിരിക്കും ഉദ്ദേശം. സോ അവരങ്ങ് നെഗ്ലക്ട് ചെയ്യുക. ഇവരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഇല്ലല്ലോ, ഉപദ്രവം അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. സോ മേ ബി ഒരാള് പോസിറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അത് മതി നമുക്ക്. അത് വെച്ച് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ചിലതിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കിപ്പോൾ ഒരു കമന്റിൽ ഒരു 2 നെഗറ്റീവ് വന്നാൽ ഈ ആലോചിക്കണം, ഒരു 100 ആള് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ 2 ആളെ നെഗറ്റീവ് പറഞ്ഞത്, ബാക്കി 98 ആൾക്കും എന്നെ സപ്പോർട്ടാണ്. സോ അത് മതി. എന്തിന് ഈ 2 ആളെ കുറിച്ച് നമ്മൾ കൺസേൺ ആവണം? സോ ഇതേപോലെയാണ് മിസ്റ്റേക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യുക, നെഗറ്റീവ്സ് മൊത്തത്തിൽ എന്താക്കുക, മാറ്റി നിർത്തുക. മേ ബി അത് നാളേക്ക് എന്താകും, അതൊരു പോസിറ്റീവായി വന്നേക്കാം. സോ ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തായാലും ഷെയർ ചെയ്യണമെന്നും തോന്നി. അത്രത്തോളം പോസിറ്റീവ് വൈബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫീലാണ്. സോ നിങ്ങൾ കാത്തിരിക്കുക, ആ ഒരു സമയം എന്തായാലും വന്നോളും. സോ താങ്ക് യു.